അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയൊരു അവിടെ തുടർ വർഗീയ പ്രചരണത്തിന്റെ സാധ്യതയില്ലായിരുന്നു. പക്ഷേ CPM അത് നടത്തുന്നു, ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയോദ്ദേശം എന്ത്? നേരത്തെ ഇവിടെ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ആവർത്തിക്കുന്നില്ല. ശൈലജ ടീച്ചർ തന്നെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ. ശൈലജ ടീച്ചർക്ക് നേരെ നടന്നു വരുന്ന അശ്ലീലം കലർക്കുന്ന ദൃശ്യങ്ങളെയും പ്രചരണത്തെയും തുറന്നു കാട്ടിക്കൊണ്ട് വളരെ വികാരപരമായി തന്നെയാണ് ടീച്ചർ ആ പത്രസമ്മേളനം നടത്തിയത്. അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കടുത്ത പ്രതിഷേധം തന്നെ UDF ക്ഷണിച്ചു വരുത്തിയതാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2026 ഞങ്ങൾ നടത്തേണ്ട കാര്യം ഇപ്പോഴേ ഇല്ലല്ലോ. കോഴിക്കോട് ജില്ലയിൽ ഒരൊറ്റ സീറ്റിൽ പോലും അസംബ്ലി സീറ്റിൽ UDF കഴിഞ്ഞ തവണയുമില്ല, ഇത്തവണയുമില്ല, അടുത്ത തവണയും വരാൻ പോകുന്നില്ല. ആ ധാരണയൊന്നും വേണ്ട. എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഉണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ തങ്ങളുടെ കയ്യിലുള്ള സീറ്റ് നഷ്ടപ്പെടാൻ പോകുന്ന വടകര എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ വടകരയിൽ ജയിക്കുന്നതിന് വേണ്ടിയാണ് മ്ലേച്ഛമായ നിലയിലേക്കുള്ള ഈ പ്രചാരവേലകൾ സംഘടിപ്പിക്കുവാൻ അവർ തയ്യാറായിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു പൊളിറ്റിക്കൽ പോയിസണായി മാറുകയാണ്. ഞാൻ വളരെ ശക്തമായി പറയുന്നു, ഒരു പൊളിറ്റിക്കൽ പോയിസൺ അതായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൊളിറ്റിക്കൽ പോയിസണായി തന്നെ ഈ ഷാഫി എന്ന് പറയുന്ന യുവാവ് മാറരുതുമെന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ അദ്ദേഹം ഏത് നിലയിലുള്ള നിലപാട് സ്വീകരിക്കാൻ മടിയില്ലാത്തതാണ് സഖാവ് റഹീം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി അല്ലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ വടകരയിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ ചർച്ച മാത്രമല്ല, വടകര പാലക്കാട് ഒരു ധാരണയുണ്ട് അതിന് പിന്നിൽ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോഴും അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഗോവിന്ദ മാസ്റ്റർ നടത്തിയ പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടുള്ളത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് BJPക്ക് ജയിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കാമെന്നുള്ള ധാരണയോടുകൂടെ തന്നെ അതിനപ്പുറത്തേക്ക് ഈ ചർച്ചയിൽ ഉരുത്തിരിയുന്ന വിഷയം എന്താണ്? നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്നത് ആദ്യം സ്റ്റീൽ ബോംബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല പ്രചരണം നടത്തുന്നു എന്ന ആക്ഷേപമുയർത്തി. അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് മുസ്ലിം പ്രീണനം ഷാഫി പറമ്പിൽ നടത്തുന്നത് എന്ന് പറയുന്നു. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നൗഷാദ് അലി പറയുന്നത് അതിനുശേഷവും തുടർ പ്രചരണത്തിന് ആവശ്യം എന്താണ്? അത് കോഴിക്കോട് ജില്ലയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 ചില സീറ്റുകളിൽ നിങ്ങൾക്ക് വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ മാത്രമേ ജയം ആവർത്തിക്കാൻ കഴിയൂ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ളത്, അതിനുശേഷം 2026 വേണ്ടിയുള്ള തുടർ പ്രവർത്തനവും നിങ്ങൾ നടത്തുന്നു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, 2021 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുഴുവൻ സീറ്റും കോഴിക്കോട് ജില്ലയിൽ കിട്ടിയല്ലോ. ഞങ്ങൾ ഏത് ധ്രുവീകരണം നടത്തിയിട്ടാണ് ഞങ്ങൾ കിട്ടിയത്? അതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ ശങ്കരൻ ജയിച്ചതിന് ശേഷം കോൺഗ്രസ്സുകാർ ആരും ജയിച്ചിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കോഴിക്കോട് അതെ, എന്തുകൊണ്ടാണ് ജയിക്കാത്തത്? ഞങ്ങൾ കാരണം ജയിക്കാത്തത് കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ. ന്യൂനപക്ഷങ്ങളായാലും ഭൂരിപക്ഷത്തിലുള്ളവരായാലും ജനങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നിരുന്ന ആൾക്കാർ ഞങ്ങളോടൊപ്പം സഹകരിക്കുവാൻ, ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുവാൻ തയ്യാറാകുന്നത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നയത്തിന്റെ വിജയമല്ലേ? അതോ ഞങ്ങളുടെ രാഷ്ട്രീയ നയത്തെ ജനങ്ങൾ തമസ്കരിക്കാത്തത് ഞങ്ങളുടെ പരാജയമാണോ? തമസ്കരിക്കുന്നവർ നല്ലവരും ജയിക്കുന്നവർ മോശക്കാരും എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള, ഞങ്ങൾ നടത്തിയിട്ടുള്ള, അതിലാണ് ഞാൻ മാറാട് കലാപമടക്കം പറയാൻ വരുന്നത്. ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അവിടെ അതുണ്ടായത്. അന്നത്തെ ഒരു ചിത്രം നിങ്ങൾക്കറിയാലോ. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അടക്കമുള്ള ആൾക്കാരുമായി പോയ മുഖ്യമന്ത്രിയെ തടയാൻ തയ്യാറായ കാര്യങ്ങൾ ഓർക്കണം. അവരെ ഒഴിവാക്കാനാണ് പറഞ്ഞത്. അതിനുശേഷം CPMന്റെ സെക്രട്ടറി പോയി, സഖാവ് പിണറായി വിജയൻ, കൂടെ ഇളവരം കരീമുണ്ട്, VKC മുഹമ്മദ് കോയ ഉണ്ട്. അവിടെ എതിർക്കുവാൻ വന്നു. അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സഖാക്കളുമായി തന്നെ അവിടെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അന്തസ്സായി പോയി. അവിടുത്തെ മാറാട് കലാപമുണ്ടായി. ആ കലാപത്തിലെല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് സഹായവുമായി നിന്നവരാരാണെന്ന് ജനങ്ങൾ കണ്ടു. ഓരോ സന്ദർഭത്തിലും അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഓരോ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച നയത്തിന് കിട്ടിയ അംഗീകാരമാണ് തുടർച്ചയായി കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സീറ്റുകളിൽ ഞങ്ങൾ ജയിക്കുന്നത്. ഇനിയും ഞങ്ങൾ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. Debate with MV Nikesh Kumar.